നമസ്കാരം. ട്രംപും അയത്തുള്ള ഖൊമേനിയുമാണ് ഇറാന്റെ പരമോന്നത നേതാവ്. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തരമായി നടക്കുമ്പോൾ മറ്റൊരു വെല്ലുവിളി കൂടി അവർ നേരിടേണ്ടി വരികയാണ്. അത് ട്രംപിൻ്റെ നീക്കമാണ്. ട്രംപിൻ്റെ നീക്കം ചില്ലറ അനുരണനങ്ങളല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തെ ആകെ ആശങ്കപ്പെടുത്തും വിധത്തിലുള്ള ട്രംപിൻ്റെ ഏറ്റവും പുതിയ നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ, ഇറാൻ അതിനെങ്ങനെ നേരിടാൻ പോകുന്നു എന്നും ഇറാൻ സഖ്യത്തിലുള്ള രാഷ്ട്രങ്ങൾ നിലവിലെടുത്ത സമീപനങ്ങൾ ഓരോന്നോരോന്നായി എന്താണ് എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ അതിനെ മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വെനസ്വേല മോഡലിൽ ട്രംപ് അടുത്തത് ഇറാനാണെന്ന് പ്രഖ്യാപിച്ച് നീക്കം തുടങ്ങിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. മധ്യേഷ്യയിൽ യുദ്ധസന്നാഹങ്ങൾ US ശക്തമാക്കി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മഡ്രോയെ പിടികൂടാൻ നിയോഗിക്കപ്പെട്ട ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകൾ ടെഹ്റാന് സമീപം തമ്പടിച്ചു എന്നതാണ് അതിൽ നിർണായകമായ ഒരു കാര്യം. US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ C-5, C-17 വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കറുകളും മധ്യേഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നാലെ ഇറാനിലും ആശങ്ക പരക്കുകയാണ്. ഇസ്രായേലുമായോ അമേരിക്കയുമായോ യുദ്ധം ചെയ്യാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അടിച്ചാൽ പക്ഷേ തിരിച്ചടിക്കും എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞു. വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനെയും ലക്ഷ്യം വെക്കുന്ന ട്രംപിൻ്റെ പിള്ളർക്ക് ഇറാനിൽ ഇറങ്ങിയാൽ അത്ര പന്തിയാകില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം. എന്നാൽ ഇറാന് പഴയതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് രൂപപ്പെട്ട ആഭ്യന്തര സമരങ്ങൾ വലിയ തോതിൽ വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ 31 പ്രവിശ്യകളിലായി 348 ഇടങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിച്ചതായി ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് വാർത്തകൾ. ഇതുവരെ 2000-ലധികം പേർ അറസ്റ്റിലാവുകയും ചെയ്തു. പ്രതിഷേധം ഇങ്ങനെ ഓരോ ദിവസവും വ്യാപിക്കുകയാണ്. നിയന്ത്രിക്കാൻ ആശ്വാസ നടപടികളിലേക്ക് കടക്കാനുള്ള സാമ്പത്തിക മെച്ചം അല്ലെങ്കിൽ സാമ്പത്തികമായി മെച്ചപ്പെടുന്ന സാഹചര്യം ഇറാനിലില്ല. അതുകൊണ്ട് ഭരണകൂടത്തിന് നിലവിൽ വലിയ പ്രതിസന്ധിയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിൽ പ്രക്ഷോഭം ശക്തമായി. അതിൻ്റെ തുടർച്ചയായിട്ട് രാജ്യത്തുടനീളം ഇന്റർനെറ്റും ടെലിഫോൺ ബന്ധങ്ങളും നിയന്ത്രിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിൻ്റെ സ്ഥിരീകരണങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇറാൻ വാർത്തകളൊന്നും പുറത്തുവിടുന്നില്ല. പ്രക്ഷോഭകരും സുരക്ഷാ സേനയും ഏറ്റുമുട്ടി നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ സമാന്തരമായി വരുന്നും ഉണ്ട്. എന്നാൽ ഇറാൻ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച്, ഈ ആഭ്യന്തര കലാപം സംബന്ധിച്ച് വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇന്റർനെറ്റ് കട്ട് ചെയ്തു എന്നൊക്കെയുള്ളത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഇന്റർനാഷണൽ മീഡിയ വാർത്ത നൽകുന്നും ഉണ്ട്. ഇതേ സമയം ഇറാൻ വിടാൻ അയത്തുള്ള ഖൊമേനി നീക്കം നടത്തുന്നുവെന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഷ്യയിലേക്ക് മാറാൻ അയത്തുള്ള ഖൊമേനി നടപടികൾ നീക്കുന്നു എന്നാണ് ആ വാർത്തകൾ. സൈന്യവും സുരക്ഷാ സേനയും പിന്മാറുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൂറുമാറുകയോ തിരിച്ചടി നേരിടുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ ഖൊമേനിയും കുടുംബാംഗങ്ങൾ അടങ്ങുന്ന 20 അംഗ സംഘം രക്ഷപ്പെടാൻ പദ്ധതികൾ തയ്യാറാക്കി എന്നാണ് US മാധ്യമങ്ങളിലെ അടക്കം ചില വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേസമയം വാർത്തകൾ US സൃഷ്ടിയാണെന്നും വ്യാജ പ്രചരണമാണെന്നും ഇറാൻ അധികൃതർ വിശദീകരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ, പ്രൊപ്പഗണ്ട വാർത്തകൾ പ്രചരിപ്പിക്കുക. ഒരു രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള അവിടുത്തെ അണികളെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനതയെ ആ രാജ്യത്തെ അധികാരികൾക്കെതിരെ തിരിക്കുന്ന വിധത്തിൽ പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ളത് പതിവ് രീതിയാണ് US-ൻ്റെ. അതിൻ്റെ തുടർച്ചയായിരിക്കാം, നമുക്കറിയില്ല. അത് അങ്ങനെയുള്ള വാർത്തകൾ അതുകൊണ്ട് ആണ് എന്നുള്ള വിമർശനവും വരുന്നുണ്ട്. എന്തായാലും അതിനിടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അയത്തുള്ള ഖൊമേനി രംഗത്തെത്തി. ഖൊമേനി ഇറാനികളോട് ഐക്യം സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന് മാത്രമല്ല, കലാപകാരികൾ ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്നും ഒപ്പം ട്രംപ് സ്വന്തം നാട്ടിലെ കാര്യം നോക്കിയിട്ട് അത് നന്നാക്കിയിട്ട് വന്നത് അവിടെ ഫുള്ള് കുഴപ്പമാണ് എന്നുമാണ് ഖൊമേനി പറഞ്ഞത്. ഖൊമേനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇസ്ലാമിക റിപ്പബ്ലിക് അധികാരത്തിലെത്തിയത് ആദരണീയരായ ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തത്താലാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം. അട്ടിമറിക്കാർക്ക് മുന്നിൽ പരാജയപ്പെടില്ല. പ്രക്ഷോഭകാരികൾ ട്രംപിനെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ട്രംപിനൊരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് അറിയാമെങ്കിൽ സ്വന്തം രാജ്യം നന്നായി ഭരിക്കാമായിരുന്നു. US-ൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ആദ്യം ശരിയാക്കൂ എന്നും ഖൊമേനി പറഞ്ഞു. ഖൊമേനിയുടെ പ്രതികരണം വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതാണ്. ഇറാനെതിരെ ട്രംപ് നീങ്ങുമ്പോൾ അത് വെച്ചു ഉറപ്പിക്കില്ല എന്ന് വ്യക്തമായ സന്ദേശമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. എന്നാൽ റഷ്യ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സൂചനകൾ. ഇറാനെ എതിരായ ഈ നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ നിലപാട് ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോയ റഷ്യൻ പതാക
പതാകയുള്ള മരീര കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതിന് പിന്നാലെ കടുത്ത നിലപാടുമായി റഷ്യ നേരിട്ട് രംഗത്തെത്തിയത് ഇറാനുമായി ചേർത്ത് വായിക്കുന്ന ആളുകളും ഉണ്ട്. 3 ഇന്ത്യൻ നാവികരടക്കം 28 പേരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരെയും അമേരിക്ക കസ്റ്റഡിയിലെടുത്തു. പിന്നീട് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നു. ഇവർക്കെല്ലാവർക്കും മാന്യവും മനുഷ്യത്വപരവുമായ പരിഗണന നൽകണമെന്ന ആവശ്യവുമായി റഷ്യ രംഗത്ത് വന്നു. അത് മാത്രമല്ല റഷ്യയുടെ ആവശ്യം, രാജ്യത്തിൻ്റെ പതാകയുള്ള കപ്പൽ പിടിച്ച നടപടി റഷ്യക്കെതിരായ ആക്രമണമായി കണക്കാക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞു. ആണവായുധം വരെ പ്രയോഗിക്കാവുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറാനെതിരായ നീക്കം കൂടിയായപ്പോൾ റഷ്യയും ഇറാനും ഈ മട്ടിൽ ഇറാന് പിന്തുണയുമായി വരുമോ, ഈ സാഹചര്യത്തെ റഷ്യ ഉപയോഗിക്കുമോ എന്നുള്ള ആശങ്കയും ഒരു ഭാഗത്ത് പരക്കുന്നുണ്ട്. എന്തായാലും ആ കപ്പലിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ട നാവികരിൽ 17 പേർ യുക്രൈനിൽ നിന്നുള്ളവരാണ്. 6 പേർ ജോർജിയക്കാരാണ്, 2 പേരാണ് റഷ്യൻ പൗരന്മാർ. ഇവരെ എപ്പോൾ മോചിപ്പിക്കുമെന്ന് അമേരിക്ക ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. റഷ്യൻ പതാക കണ്ടാണ് കപ്പൽ പിടിച്ചെടുത്തത് എന്നാണ് വാർത്തകൾ. ഇപ്പോൾ എണ്ണക്കപ്പലാണ് കൈക്കലാക്കിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. US കോസ്റ്റ് ഗാർഡും US നേവിയും ചേർന്ന് കപ്പൽ പിടിച്ചെടുത്തതിൻ്റെ തുടർച്ചയായിട്ടുള്ള സംഘർഷം ഇതുവരെ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇറാനോട് ജാഗ്രത ആയിരിക്കാനുള്ള അനൗദ്യോഗിക നിർദ്ദേശം റഷ്യ നൽകിയതായി വാർത്തകൾ വരുന്നുണ്ട്. കാരണം സംഘർഷം വ്യാപിക്കുന്നുണ്ട്. ട്രംപ് ഏകപക്ഷീയമായി പല രീതിയിൽ വെനസ്വേലയ്ക്ക് ശേഷമുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് റഷ്യ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളോട് ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ അവരുടെ നീക്കം എന്താണ് എന്നത് സംബന്ധിച്ച് നിരീക്ഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ വെനസ്വേലൻ പ്രസിഡന്റ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ രോഷത്തിലാണ്. ചൈന കടുത്ത നിലയിൽ പ്രതികരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇറാനിലേക്ക് അമേരിക്ക ഇനി അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ സംഘടിതമായി തന്നെ രംഗത്തിറങ്ങാനുള്ള സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. റഷ്യ, ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുടെ സംയുക്തമായ വാണിജ്യ നീക്കങ്ങൾ അടുത്ത കാലത്ത് വിപുലമാക്കിയിരുന്നു. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും അടുക്കുന്ന നടപടികളും ഉണ്ടായി. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജി മ്യൂങ് ചൈന സന്ദർശിച്ചതും ട്രംപിനെ പ്രകോപിച്ചിട്ടുണ്ട്. ചൈനീസ് കമ്പനികളുമായി നിലനിൽക്കുന്ന കരാർ വിലക്ക് ഇന്ത്യ നീക്കി പുതിയ വാതിലുകൾ തുറന്നിട്ടതും ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ ഇറാനെതിരെ ഇങ്ങനൊരു ആക്ഷേപം ട്രംപ് ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോൾ ആക്രമിക്കും എന്നുള്ള ഒരു നറേറ്റീവ് പൊതുവായി സൃഷ്ടിക്കപ്പെടുമ്പോൾ അപ്പുറത്ത് റഷ്യ, വടക്കൻ കൊറിയ, ചൈന, ദക്ഷിണ കൊറിയയുടെ ഈ സൗഹൃദ സാഹചര്യം, ഒപ്പം ഇന്ത്യയുമായുള്ള ചൈനയുടെ പുതിയ ബന്ധങ്ങൾ, റഷ്യയുമായിട്ടുള്ള ബന്ധം, നേരത്തെ ട്രംപുമായിട്ട് ഇന്ത്യ ഉടക്കിയത്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരു പ്രത്യേക ചേരി രൂപപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം നേരത്തെ ഉന്നയിക്കപ്പെട്ടതാണ്. എന്തായാലും ട്രംപിന് അതത്ര സുഖകരമായ ഒരു സാഹചര്യമല്ല. ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലുകളും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളിലും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും ഞെക്കി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇറാനിൽ. ഇറാനെ അതിനെ തുടർന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വലിയ തോതിൽ പരാജയപ്പെട്ടു. ജനത എതിരായി പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധി ഭരണ ഇടപെടലുകളിലെ സർവാംഗം ബാധിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രതിഷേധം കൈവിട്ടു പോയത്. ഈ സാഹചര്യം മുതലെടുക്കാനാണ് ട്രംപിൻ്റെ നീക്കം. രാജ്യത്ത് അസ്ഥിരതയാണ്, അതിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ് ഇറാൻ്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറുക. വെനസ്വേലയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ കയറിയത്. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് രൂപപ്പെട്ട പഴയ കലിപ്പ് തീർക്കാമെന്നും ട്രംപിൻ്റെ ഉള്ളിലുണ്ട്. മാത്രമല്ല, കടം പെരുകി സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുന്ന അമേരിക്കയുടെ സാമ്പത്തിക രംഗം ഭദ്രമാക്കാൻ പ്രകൃതി വിഭവങ്ങൾ കൈയടക്കുക എന്ന പദ്ധതിയാണ് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം. അത് അമേരിക്ക എല്ലാ കാലത്തും ചെയ്യുന്നതാണ്. ഇത്തവണ കുറച്ചും കൂടി തീവ്രമായി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അതേസമയം തന്നെ വെനസ്വേലയിൽ അടുത്ത ഘട്ടമായിട്ട് ഈ ടാങ്കറുകൾ പിടിച്ചെടുക്കുക, എണ്ണ കൈക്കലാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്ന ഘട്ടത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട്. ആഭ്യന്തരമായുള്ള കലാപം സൃഷ്ടിക്കുക, അങ്ങനെ നേരിട്ട് വെനസ്വേലയിൽ ഇറങ്ങുക, ഇടപെടുക എന്നുള്ള രണ്ടാം ഘട്ടം ഏതായാലും പരാജയപ്പെട്ടു. പ്രൊപ്പഗണ്ട പ്രചരണവും സമാന്തരമായി നടക്കുന്നു എന്ന് മാത്രമാണ്. ഇതേ സമയം ട്രംപിൻ്റെ ഏകാധിപത്യപരമായ നീക്കം അമേരിക്കയിൽ ആഭ്യന്തര പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഉയർത്തുന്നത്. ആഭ്യന്തര പ്രതിഷേധങ്ങളെ മറികടക്കാനുള്ള കുതന്ത്രം കൂടിയാണ് വെനസ്വേലയിൽ കണ്ടതും ഇറാനെ മുൻനിർത്തി കളിക്കുന്നതും എന്നത് ഉറപ്പിക്കും മട്ടിലാണ് ട്രംപിൻ്റെ പുറത്തേക്കുള്ള നീക്കങ്ങൾ. ഇറാൻ എന്ത് ചെയ്യും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ലോക സമാധാന അന്തരീക്ഷം തകർക്കുന്ന, പ്രത്യേകിച്ച് മധ്യേഷ്യയെ കുഴപ്പത്തിലേക്ക് വിടും വിധത്തിലുള്ള നീക്കം ട്രംപ് നടത്തുമോ എന്നുള്ളതാണ് പ്രധാന ആശങ്ക. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.